പുതിയൊരു അറിവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാസിർ വാക്കിൽ. ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലോഗർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന പാഠഭാഗത്തിലേക്കാണ് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സെൻസ് വഴിയല്ല പണം നമ്മൾ സമ്പാദിക്കുന്നത്, വേറെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് അഥവാ വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പണം സമ്പാദിക്കുന്നത്. അപ്പോൾ പണം സമ്പാദിക്കാനായിട്ട് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു സൈറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളിപ്പോൾ അടുത്ത് ഇട്ട ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഷോർട്ട് ST എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഈ സൈറ്റിലൂടെ നമുക്ക് റഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് പേസ്റ്റ് ചെയ്ത് മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഇതിലൂടെ പണം സമ്പാദിക്കാം എന്നൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്നുമാണ് നമ്മൾ വെബ്സൈറ്റിൽ പണം സമ്പാദിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ബ്ലോഗറിൽ നിന്നുമാണ് നമ്മൾ പണം സമ്പാദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതാ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഈ ബെൽ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിനായി ഡൗൺലോഡ് ലിങ്ക് ലഭിക്കാനായിട്ട് യൂട്യൂബ് ഡിസ്ക്രിപ്ഷന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെയായിട്ട് കമന്റിലായിട്ട് നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതിനായിട്ട് നമ്മൾ നമ്മുടെ ബ്ലോഗർ ഓപ്പൺ ചെയ്ത് ലേഔട്ട് എന്ന ഭാഗത്ത് നിന്നും ലേഔട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ നിങ്ങളുടെ ആഡ്സ് കൊടുക്കേണ്ടത്, ഒരുവിധമുള്ള തീമുകൾ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആഡ് സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇതിലാണ് നമ്മൾ സാധാരണയായി നമ്മുടെ പരസ്യങ്ങൾ കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും ആഡ് സ്ലോട്ട് എന്ന ഭാഗം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇത് കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ആഡ് സ്ലോട്ട് എന്ന ഭാഗത്ത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ട ഒരു HTML ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ഷോർട്ട് ST എന്ന ഈ സൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ST എന്ന സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വെബ്സൈറ്റ് സ്ക്രിപ്റ്റ് എന്ന ഭാഗം മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻ സെലക്ട് ടൈപ്പ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് അവർ തന്ന രീതിയിൽ തന്നെ ആക്കുക. ശേഷം നിങ്ങളുടെ ബ്ലോഗറിൻ്റെ ലിങ്ക് അഡ്രസ്സ് ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഷോർട്ട് STയിൽ ഇവിടെ നിന്നും പേസ്റ്റ് ചെയ്യുക. ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ജനറേറ്റ് സ്ക്രിപ്റ്റ് എന്ന ഭാഗത്ത് നിന്നും ജനറേറ്റ് സ്ക്രിപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് ഇവിടെ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. യുവർ കസ്റ്റം സ്ക്രിപ്റ്റ് എന്നൊരു ഓപ്ഷൻ. അതിൽ നിന്നും നിങ്ങൾ ഈ കസ്റ്റം സ്ക്രിപ്റ്റ് ഇവിടെ അടിയിലായിട്ട് കാണുന്ന കോപ്പി സ്ക്രിപ്റ്റ് എന്ന ഭാഗത്ത് നിന്നും കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്ലോഗർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ് സ്ലോട്ട് എന്ന ഭാഗത്ത് നിന്നും നിങ്ങൾ ആഡ് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ആവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ആഡ് എ ഗാഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ ആകും. അതിൽ നിന്നും നിങ്ങൾ ആഡ് നെക്കിയിട്ട് നിങ്ങൾ ആഡ് എ ഗാഡ്ജറ്റ് എന്ന ഓപ്ഷൻ നെക്കിയിട്ട് നിങ്ങൾക്ക് നാലാമതായി നിങ്ങൾക്ക് HTML ജാവാസ്ക്രിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഈ പ്ലസ് ബട്ടൺ നെക്കി നിങ്ങളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കണ്ടന്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ആ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ആഡ് ഇവിടെ സേവ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ പണം കിട്ടുക എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഇവർ തരുന്ന ഷോർട്ട് ST എന്ന് പറയുന്ന ഈ സൈറ്റ് നമുക്ക് കുറച്ച് പരസ്യങ്ങൾ നമ്മളുടെ ബ്ലോഗിൽ അവർ ഇടും. അപ്പോൾ അതിന് മറ്റുള്ള യൂസേഴ്സ് നമ്മുടെ ബ്ലോഗ് സന്ദർശിക്കുമ്പോൾ അവർ ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബ്ലോഗ് ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ബ്ലോഗിൽ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഫയലുകളോ ഒക്കെ ഇതിൽ നിന്നും എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ആഡ്സ് അവർക്ക് ഇതിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ചെറിയതായി അല്ലെങ്കിൽ മുകളിൽ വലുതായി അല്ലെങ്കിൽ ഒരു ക്ലോസ് ബട്ടൺ നോക്കി വലുതായിട്ട് ഒരു ആഡ്സ് അവർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ആഡ്സ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ബ്ലോഗർ എടുത്തപ്പോൾ തന്നെ നമ്മുടെ ജബോഗ് എന്നൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ആക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു ആഡ്സ് വരും. നമ്മുടെ ഇവിടെയല്ല വേറെ വരിക, എക്സ്ട്രാ പേജ് ആയിട്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ ആഡ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ആഡ്സ് വരുന്നത്. അപ്പോൾ ആ ആഡ്സിനാണ് നമുക്ക് പൈസ ലഭിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പിടികിട്ടി കാണും, എന്താണ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നിന്നും വരുമാനം നേടുക. വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഒരു വലിയ വരുമാനം തന്നെ ഇതിൽ നിന്നും നേടാനായിട്ട് സാധിക്കും. ഷോർട്ട് ST എന്ന് ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വെബ്സൈറ്റ് അഥവാ ബ്ലോഗ് വളരെ അധികം
ആളുകൾ സന്ദർശിക്കുന്ന ഒരു ബ്ലോഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ ഒരു പൈസ തന്നെ ഇതിൽ നിന്നും ലഭിക്കും. യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ആ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലായിട്ട് വിഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അല്പം താഴോട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോവൽ മെത്തേഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും പേപ്പാൾ, അങ്ങനെ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് പേപ്പാൾ എന്നൊരു ഓപ്ഷനാണ്. പേപ്പാൾ ഒട്ടനവധി സുഹൃത്തുക്കൾക്ക് ഉള്ള ഒരു സംഭവമായിരിക്കാം. മറ്റേ പേപ്പാൾ അത് നമ്മൾ കൂടുതൽ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നത് പേപ്പാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പാളാണ് ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വിഡ്രോവൽ ഇമെയിൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പേപ്പാളിൽ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പണം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം 5 രൂപയാണ് പേപ്പാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പേപ്പാൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 5 രൂപ ആയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടായിരിക്കും. $5 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പാൾ അക്കൗണ്ടിലോട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായി കണ്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിത്യം ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിർത്തുന്നു. ഇതിന് നല്ലൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ കാണാം. ജയ് ഹിന്ദ്.